അടിപൊളി കോക്കനട്ട് ബോൾസ്. സോ ഇത് നമുക്ക് ലിയോക്ക് കൊടുക്കാം. ഉണ്ട് ലാവി, ഉണ്ട് ലിയോ. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതേ ഈ ഒരു കോക്കനട്ട് ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വന്നോ. ഇവിടെ ഞങ്ങൾ മിക്കവാറും അടിയാവാനുള്ള എല്ലാ വകുപ്പും കാണുന്നുണ്ട്. അവസാനം ഒരു ബോൾ ഒറ്റയ്ക്കാവുമ്പം ഇവിടെ അടിയാവും. അതുവരെ സമാധാനത്തിൽ പോകും. ഏതാണ്ട് സമയമായി. ഇനി ഒരെണ്ണേ ഉള്ളൂ. എന്ത് ചെയ്യും? ആ ശരി ലിയോ, പാവേൻ്റെ ലാവി കുറച്ച് കേട് നക്കി കഴിച്ചോ. അപ്പോൾ ഈ കോക്കനട്ട് ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. കോക്കനട്ട് ബോൾസ് ഉണ്ടാക്കാൻ എന്തായാലും കോക്കനട്ട് വേണമല്ലോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനട്ട്, ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു ബോളിൻ്റെ ഷേപ്പിലോട്ട് ആക്കി എടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചോറുണ്ടെങ്കിൽ ചോറ് ചേർത്താലും മതി. എന്നിട്ട് ഇത് മൂന്നും നന്നായിട്ട് കുഴച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റുമ്പം കോക്കനട്ട് ബോൾസ് റെഡിയാണ്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കേട് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും ചേർക്കാം കേട്ടോ, ശുദ്ധമായിട്ടുള്ള തേൻ. എന്നിട്ട് കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെച്ചെടുത്താലുണ്ടല്ലോ പൊളിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് പോലും നിങ്ങളുടെ പെറ്റ്സിന് ഇത് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തോ. എല്ലാം വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ പെറ്റ്സ് കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഇതിൻ്റെ ഫോട്ടോസും നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.